സ്വരശ്രുതിക്ക് കാരണമായിരിക്കുന്ന സരസ്വതി ഭാവത്തിലുള്ള ആകാശത്തിലേക്ക് ഉയർന്നാണ് ആ ശിവനും പാർവതിയും ബ്രഹ്മശക്തിയാൽ വസിക്കുന്നത്, ഭൂമിയിൽ ജീവനായി മാറുന്നത്, ജീവനെ പർവ്വതീകരിക്കുന്നത്. അങ്ങനെ ഒരു മേരു എവിടെ മാത്രമാണുള്ളത്? ഈ ഏഷ്യ ഭൂഖണ്ഡത്തിൽ മാത്രമാണുള്ളത്. ഭൂമിയിലെ ഏറ്റവും ഉയരത്തിൽ മഹിയും ഹിമയും ശിവനും പാർവതിയും വസിക്കുന്നത്. ഭൂമിയിൽ ജീവന്റെ വിലാസം തീർക്കുന്നതാണ് കൈലാസം. അതുകൊണ്ടാണ് കൈലാസം എന്ന് പേര്. ആ കൈലാസത്തിന്റെ വിലാസത്തിലാണ് നമ്മളെല്ലാം നിലനിൽക്കുന്നത്. പക്ഷെ അതുപോലെ ഒരു മേരു വേറെ എവിടെയെങ്കിലും സാധ്യമാകുമോ? അത്തരം പ്രാധാന്യത്തോടു കൂടിയിട്ട് മഹിയെയും ഹിമയെയും ചേർത്ത് വെക്കുവാൻ നമുക്ക് കഴിയുമോ? മറ്റൊരിടത്ത് ആ ഹിമയെ പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് കഴിയും. എങ്ങനെ? ലോകത്തിലെ മണ്ണും ജലവും, അതായത് മഹിയും ഹിമയും, അതായത് ശിവനും പാർവതിയും ഏറ്റവും ഉയരത്തിൽ വസിക്കുന്നിടം, ചേർന്ന് ഉയർന്ന് ഏറ്റവും ഉയരത്തിൽ വസിക്കുന്നിടം, അത് ഹിമാലയമാണ്. അത് ഹിമയുടെ ആലയമാണ്. ഇവിടെ മഹിക്കല്ല പ്രാധാന്യം, ഹിമയ്ക്കാണ്. ഹിമയുടെ കൂടാണ്, ഹിമയുടെ വീടാണ് ഹിമാലയം. ഹിമവാന്റെ പുത്രിയാണ് പാർവതി എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയിൽ ഏറ്റവും ഉയരത്തിൽ എവിടെ ഹിമ വസിക്കുന്നു, പാർവതി വസിക്കുന്നു, ജലം വസിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഹിമാലയത്തിലാണ്. പരിശുദ്ധമായിരിക്കുന്ന ആ പാർവതിയുടെ ഏറ്റവും ഉയർന്ന കൂട്, ഏറ്റവും ഉയർന്ന വീട് ആ ഹിമാലയമാണ്. ആ മണ്ണും ജലവും ശിവനും പാർവതിയും മഹിയും ഹിമയും ചേർന്ന് ഏറ്റവും ഉയർന്നു വസിക്കുന്ന ആ മേരുവിലാണ് ബ്രഹ്മാവിൻ്റെ രാജഹംസങ്ങൾ പറന്നിറങ്ങുന്നത്. ജീവന്റെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ രാജഹംസങ്ങൾ പറന്നിറങ്ങുന്ന മാനസ സരസ് ആ മേരുവിൻ്റെ മുകളിലാണ്. സ്വരശ്രുതിക്ക് കാരണമായിരിക്കുന്ന സരസ്വതി ഭാവത്തിലുള്ള ആകാശത്തിലേക്ക് ഉയർന്നാണ് ആ ശിവനും പാർവതിയും ബ്രഹ്മശക്തിയാൽ വസിക്കുന്നത്, ഭൂമിയിൽ ജീവനായി മാറുന്നത്, ജീവനെ പർവ്വതീകരിക്കുന്നത്. അങ്ങനെ ഒരു മേരു എവിടെ മാത്രമാണുള്ളത്? ഈ ഏഷ്യ ഭൂഖണ്ഡത്തിൽ മാത്രമാണുള്ളത്. ഭൂമിയിലെ ഏറ്റവും ഉയരത്തിൽ മഹിയും ഹിമയും ശിവനും പാർവതിയും വസിക്കുന്നതിന്. ശിവന്റെ വിലാസം തീർക്കുന്നതാണ് കൈലാസം. ജീവന്റെ വിലാസം തീർക്കുന്നത്, ഭൂമിയിൽ ജീവന്റെ വിലാസം തീർക്കുന്നതാണ് കൈലാസം. അതുകൊണ്ടാണ് കൈലാസം എന്ന് പേര്. ആ കൈലാസത്തിന്റെ വിലാസത്തിലാണ് നമ്മളെല്ലാം നിലനിൽക്കുന്നത്. പക്ഷെ അതുപോലെ ഒരു മേരു വേറെ എവിടെയെങ്കിലും സാധ്യമാകുമോ? അങ്ങനെ പ്രാധാന്യത്തോടുകൂടി, അത്തരം പ്രാധാന്യത്തോടു കൂടിയിട്ട് മഹിയെയും ഹിമയെയും ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് കഴിയുമോ? മറ്റൊരിടത്ത് ആ ഹിമയെ പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് കഴിയുമോ? കഴിയും. എങ്ങനെ കഴിയും? ശ്രീധർമ്മശാസ്ത്രത്താൽ കഴിയും. മണ്ണിനെയും ജലത്തെയും ശിവനെയും പാർവതിയെയും മഹിയെയും ഹിമയെയും ചേർത്ത് വയ്ക്കുവാൻ ശ്രീധർമ്മശാസ്ത്രത്താൽ കഴിയും. ലോകത്തിലെ ഏറ്റവും വലിയ അറിവാണ് ശ്രീധർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. സർവശാസ്ത്രാർത്ഥ തത്വജ്ഞാനത്താൽ അങ്ങനെ ഒരു മേരു ശൃംഗ സമാനീന ദേശത്തെ സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയും. ആ കഴിവിനെയാണ്, ആ അറിവിനെയാണ് ശ്രീധർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. സർവശാസ്ത്രത്തെയും നീക്കുന്ന സർവശാസ്ത്ര നിലയമായിട്ട് അങ്ങനെ ഒരു ക്ഷേത്രഭൂമിയെ, അങ്ങനെ ഒരു പാർവതിയുടെ കൂടിനെ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നാനാ വിദ്യാവിശാരദന്മാരായിട്ടുള്ള നമ്മളുടെ പൂർവികർക്ക് മുനി സംഘ നിഷേവിതായിട്ടുള്ള, അതായത് മുനിമാരുടെ സംഘങ്ങളുടെ നിഷേവിതായിട്ടുള്ള, അതായത് സേവയാൽ അങ്ങനെ ഒരു ദേശത്തെ തീർക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ദേശമാണ് ശബരിമല. ദേവശാസ്ത്രത്താലും വേദശാസ്ത്രത്താലും ഭൂതശാസ്ത്രത്താലും സർവശാസ്ത്രാർത്ഥ തത്വജ്ഞാനത്താലും അങ്ങനെ ഒരു ക്ഷേത്രഭൂമിയെ തീർത്തിരിക്കുന്നതാണ് ശബരിമല. ദേവേശനായിരിക്കുന്ന ശിവനിൽ, ദേവദേഹമായിരിക്കുന്ന ശിവനിൽ, ശിവദേശമായിരിക്കുന്ന ഇടത്ത് ത്രിലോക മാതാവായിരിക്കുന്ന, ത്രിലോക രക്ഷകിയായിരിക്കുന്ന, ത്രിലോകത്തിലും ജീവനായി നിറഞ്ഞിരിക്കുന്ന പാർവതിയെ സഗുണത്താലും സർവഗുണത്താലും സനാതനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇടമാണ് ശബരിപീഠം, ശബരിമല. ശബരിമലയിലെ ആ പ്രതിഷ്ഠ ലോകമാതാവാണ്. ഋഗ്യജുർ സാമാധർവ വേദ തത്വജ്ഞാനത്താൽ തീർത്തിരിക്കുന്ന ജീവന്റെ നിലയമാണ്. നാനാ പ്രാണി നിഷേപിതമായിട്ട് ശബരിമലയെ, അതായത് ഹിമവാന് തുല്യമായിട്ട് ഉയർത്തി നിർത്തുവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്?
ആ 18 പൂങ്കാവനങ്ങളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. ആ 18 പടികളും എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ആ 18 മലകളെയാണ് പ്രതിനിധീകരിക്കുന്നത്, മറ്റൊന്നിനെയുമല്ല പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഹിമയെയും മഹിയെയും ചേർത്ത് വയ്ക്കുവാൻ, ശബരിയെയും ശബരനെയും ചേർത്ത് വയ്ക്കുവാൻ, മണ്ണിനെയും ജലത്തെയും ചേർത്ത് വയ്ക്കുവാൻ, ത്രിലോകത്തിലും ബ്രഹ്മശക്തിയെ ജനിപ്പിക്കുവാനായിട്ട് മഹാവൈഷ്ണവ ശക്തിക്ക് മാത്രമാണ് കഴിയുകയുള്ളൂ, മഹാവിഷ്ണുവിന് മാത്രമാണ് കഴിയുകയുള്ളൂ, ഈ ഹരിതലോകത്തിന് മാത്രമാണ് കഴിയുകയുള്ളൂ. നാനാ പ്രാണിലോകത്തിനും സുഖം ഭവിക്കുവാനായിട്ട് നമുക്ക് ആ ശബരിമലയിലെ വേദാന്ത പൊരുളിനെ തിരിച്ചറിയാം. നമസ്തേ. നമുക്ക് തുടരാം. സ്വാമി ശരണമയ്യപ്പ. പ്രോഗ്രാം സ്പോൺസർഡ് ബൈ മൂഴിക്കരോട്ട്.